എങ്ങനെ കടം കയറാതിരിക്കും? വഴിയൊക്കെ ഉണ്ട്. സമാധിയാകണം. സമാധിയോ? അതിന് പോലീസും കേസും ഒക്കെ ആവുന്ന ഞാൻ അറിഞ്ഞു. ഒരു മണ്ടത്തരം കാണിച്ചു വെക്കുമ്പോ ആലോചിക്കണം. അതിന് അച്ഛൻ കല്ലറയ്ക്കകത്തുണ്ടെന്ന് പറയാൻ അമ്മയോട് ആരാ പറഞ്ഞത്? നീ എന്താ പറഞ്ഞേ? കല്ലറയ്ക്കകത്ത് അങ്ങേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ പ്രവാഹം, കാശിന്റെ ഒഴുക്ക്, മാങ്ങാ തൊലി, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി നേരിടാം. അച്ഛനെ വിളിച്ചിട്ട് ഫോൺ ഓഫാണല്ലോ. സമാധിയാണെന്നും പറഞ്ഞു വിട്ടേച്ച് ഇനി അങ്ങനെ ഫോൺ ഓണാക്കാൻ പോകും. എന്നാലും അച്ഛൻ ഇത് എവിടെയായിരിക്കും? അങ്ങനെ എവിടെ പോവാനാ? അവസരം കിട്ടിയപ്പോ മറ്റേ സെറ്റപ്പ് പോയി കാണും. എന്ത് സെറ്റപ്പ്? അമ്മത്തെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കേട്ടോ. ഫോണിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ അടുത്തോട്ട് ഇരുന്നോണ്ടേ ഫോൺ എടുത്തത് ഇങ്ങനെ ഒരു ഒറ്റ സീത്ത. അത് മറ്റേ വീഡിയോ അല്ലേ കണ്ടോ? പോലീസ് ഇതെങ്ങനെയാണ്? എടാ ഇത് അവളാ, വടക്കേലെ സൂസി. കഴിഞ്ഞ ആഴ്ച ഇവിടെ മുട്ടയ്ക്ക് വന്നു, ഞാൻ കൊടുത്തില്ല. അന്നേ എനിക്കറിയായിരുന്നു അവളെ എനിക്കിട്ട് പണി തരുമെന്ന്. അമ്മ മുട്ട കൊടുക്കാത്തൊന്നുമല്ല, അവിടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് മുട്ട കുഴിച്ചിട്ടില്ല, അതുകൊണ്ടാ. അതൊക്കെ പറയടാ, ഇനി അത് അറിഞ്ഞിട്ട് വേണം അടുത്ത പ്രശ്നം ഉണ്ടാവാനെ. നീ മാത്രമല്ലോ അവിടെ? നിന്റെ അമ്മയുണ്ടോ അവിടെ? ഇന്നലെ വലിയ ആളും ബഹളവും ഒക്കെ ആയതുകൊണ്ടാ കാര്യമായിട്ടൊന്നും ചോദിക്കാഞ്ഞത്. ഉള്ള കാര്യം ഉള്ളതുപോലെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തേക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ സത്യമോ സാറേ പറഞ്ഞത്? എന്ത് സത്യമാണ്? മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ല ഞങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ. സമാധിയാകാനാണെന്നും പറഞ്ഞ് മണിയണ്ണം കല്ലേ കയറിയിരുന്നു. അമ്മേ, സ്വാമി പീഠത്തിലിരിക്കുവായിരുന്നു. അവര് പറയട്ടെ, നീ മിണ്ടായിരിക്കും. ആ പറ. ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോ മണിയണ്ണനെ അല്ല സ്വാമിയെ കാണാനില്ല. വെറുതെ ഉടായിപ്പ് പറയരുത്. സത്യമാ സാറേ, സത്യമാ. ഇയാൾ ഇടക്കിടക്ക് മുങ്ങാറുണ്ടല്ലേ? ഉണ്ട് സാറേ, ഉണ്ട്. അമ്മേ, ആഹാ, അപ്പൊ രണ്ടും കൂടെ തല്ലിക്കൊന്നോട്ടെ കലറ ഉണ്ടാക്കി വെച്ചിട്ട് ആളെ കളിയാക്കുമല്ലോ ഇല്ലടാ? അയ്യോ, ദൈവദോഷം പറയല്ല സാറേ. അതൊക്കെ ഞങ്ങൾ പറയിപ്പിച്ചോളാം. ആ കുന്താലിയും പാറയൊക്കെ എടുത്തോണ്ട് വേണാക്കട്ടെ, കലറോട്ട് വേണം. എടാ നേരെ ഉരുട്ടുന്നടാ, ആൾക്കാർ കൂട്ടുന്നതിനോട് കാര്യം തീർക്കണോടാ, പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. എന്തുകൂടെ ഇതുകൊണ്ട് എങ്ങനെയാ ഇളക്കുന്നത്? പോയി കമ്പിപ്പാറല്ലോ എടുത്തോണ്ടാ. ഇത് ഇവനെ എവിടെ പോയി കിടക്കണം? മകരവിളക്കൊക്കെ കഴിയില്ലയോ? താടിയൊന്നും പഠിച്ചില്ലേ? താടി ഇല്ലാത്ത നല്ലത് അല്ലേ? ഓ സാർ, എടാ പാര എവിടാടാ? കണ്ടില്ല. അങ്ങേരാ സാറേ അതൊക്കെ വെച്ചേക്കുന്നത്. സാറേ കമ്പിപ്പാര. മേലെ ഇമാതിരി പണി കാണിച്ചോണ്ട് വന്നേക്കരുത്. ഞാൻ എന്തും വേണ്ടി അനുഭവിച്ചെന്നറിയാം. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്ത് കടം വീട്ടിക്കോളാം. അതിന് അച്ഛൻ എന്തിനാ ഈ കുതിരവട്ടമ്മനെ പോലെ കിളി പോയാലേ അഭിനയിക്കുന്നത്? എടാ ഞാൻ അന്നേരം അങ്ങനെ കാണിച്ചില്ലായിരുന്നേലേ അവന്മാർ എന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടേനെ. എന്തായാലും ആ എൻട്രി നന്നായി, അല്ലെങ്കിൽ ഞാനിപ്പോ സമാധിയായി.